വിലക്കപ്പെട്ട പ്രണയം ഭാഗം 39. എബിയുടെ ശബ്ദത്തിൽ തന്നെ ആകെ ഒരുതരം വിഷമം നിറഞ്ഞു വരുന്നത് ആമിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കാരണം ആ ഒരു വിഷമം മറ്റാരെക്കാളും നന്നായിട്ട് അവൾക്ക് മനസ്സിലാകുമല്ലോ. വിഷമാണെങ്കിൽ പറയണ്ട, ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. കസേരയുടെ പിടിയിലിരുന്നിരുന്ന എബിയുടെ കയ്യിലൊന്ന് തട്ടിക്കൊണ്ട് ആമി പറഞ്ഞു. എബി അതിന് അവളെ മുഖം ചെരിച്ചൊന്ന് നോക്കി. എന്ത് വിഷമം? ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ കുറേ നാളായില്ലേ. വിഷമമുണ്ട്, പക്ഷേ അതൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ ഞാനും പഠിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു പുഞ്ചിരിയോടെ എബി പറഞ്ഞതും ആമിയും ഒന്ന് പുഞ്ചിരിച്ചു. കാരണം അവൻ്റെ ഈ അവസ്ഥ മറ്റാരേക്കാൾ നന്നായിട്ട് തനിക്കല്ലേ മനസ്സിലാകുള്ളൂ. സ്വന്തം അച്ഛനെയും അമ്മയെയും നഷ്ടമാകുന്ന വേദന അത് മറ്റാർക്കും പറഞ്ഞറിയിക്കാനാവുന്ന ഒന്നല്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആമി അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെ അവൾക്കത് മറ്റാരെക്കാളും അവൻ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാനാകുന്നുണ്ടായിരുന്നു. എൻ്റേതൊരു പ്രത്യേക തരം സ്വഭാവമായിരുന്നു. അങ്ങനെ പെട്ടെന്നൊന്നും ആരുമായിട്ട് അടുത്തു പോകില്ല. അതുകൊണ്ട് തന്നെ മമ്മി മരിച്ചതിന് ശേഷം ഇവിടെ അമ്മാമ്മയുടെ അടുത്ത് വന്ന് നിന്നപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ആകെ ദേഷ്യവും വാശിയും, ആരോടും മിണ്ടില്ല. അങ്ങനെ ആകെ ഒരു മോശം സ്വഭാവമായിരുന്നു. പിന്നീട് ഇവിടുന്ന് മുത്തശ്ശി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ഇങ്ങനെയാക്കി എടുത്തു. അതാണ് എൻ്റെ ചില സമയമുള്ള പെരുമാറ്റം കാണുമ്പോൾ അമ്മാമ്മ എൻ്റെ മമ്മിയുടെ സ്വഭാവമാണെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുന്നത്. ചെറുപ്പം മുതൽ മമ്മിയുടെ കൂടെ വളർന്നപ്പോൾ കിട്ടിയ ശീലങ്ങളാണ്, അതുപോലെയുള്ള സ്വഭാവമാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും പലപ്പോഴും അങ്ങനെ തന്നെ ആയി പോകാറുണ്ട് എൻ്റെ സ്വഭാവം. ചെറുപ്പം മുതലേ അധികം കൂട്ടുകെട്ടൊന്നുമില്ല. ഇവിടെ വന്നതിൽ പിന്നെയാണ് ഒന്നോ രണ്ടോ കൂട്ടുകാരൊക്കെ ആയത്. അപ്പോഴേക്കും പഠിക്കാനെന്ന് പറഞ്ഞ് ഞാൻ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. പപ്പ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് MBA ചെയ്യാനായിട്ട് ഞാൻ വിദേശത്തേക്ക് എത്തിയത്. അപ്പോഴും പപ്പയുടെ ബിസിനസ്സൊക്കെ എൻ്റെ മേൽനോട്ടത്തിലേക്ക് വന്നിരുന്നു. അങ്ങനെ ബിസിനസ്, പഠനം ഒക്കെ കൂടെ ആകെ എനിക്ക് തിരക്കായി. അങ്ങനെ ജീവിതം തന്നെ ഒരു ഒഴുക്കം മട്ടിലങ്ങ് പോയി എന്ന് പറയാം. എബി നിസ്സാരമായി പറഞ്ഞു നിർത്തിയത് കേട്ടതും ആമി താടിക്ക് കൈ കൊടുത്ത് അവനെ തന്നെ നോക്കിയിരുന്നു പോയി. അവൻ്റെ ജീവിതം മുഴുവൻ അത്രയും സിമ്പിളായിട്ടാണ് അവൻ പറഞ്ഞത്. ഒരല് വന്ന് മദ്ദളത്തോട് സങ്കടം പറയുന്നത് പോലെയാണല്ലേ നമ്മുടെ കാര്യം? ആമി ചോദിച്ചതും എബി കാര്യം മനസ്സിലാവാത്ത രീതിയിൽ അവളെ തിരിച്ചു നോക്കി. എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മുടെ ജീവിതമൊക്കെ ഏകദേശം ഒരേ ദിശയിൽ പോലെയുണ്ട്, ഒരേ തോണിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ പോലെ. ആമി പറഞ്ഞതും എബി അത് നേരാണെന്ന രീതിയിൽ ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ഞാൻ ചോദിച്ച കാര്യങ്ങൾക്കുള്ള ഉത്തരവൊന്നും അല്ല കേട്ടോ ഇപ്പോൾ താൻ പറഞ്ഞത്. ആമി പിന്നെയും പറയുന്നത് കേട്ടതും എബി അതിനും ആമിയെ ഒന്ന് പുഞ്ചിരിയോടെ നോക്കി. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ വിഴുങ്ങിക്കളഞ്ഞിട്ടുണ്ടല്ലോ. ആമി അവനെ ഒന്ന് പുരികം വളച്ചു നോക്കി. എബി അതിനും നിഷ്കളങ്കമായിട്ടൊന്ന് പുഞ്ചിരിച്ച് കാണിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏകദേശ രൂപം തന്നല്ലോ. ഇനി ബാക്കി ട്രാജഡിയൊക്കെ സമയമെടുത്ത് സന്ദർഭം നോക്കി ഞാൻ പറയാം. എബി അങ്ങനെ പറഞ്ഞതും ആമി ഒന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. അപ്പോൾ ഇനി മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക് മാഡം. അവളുടെ തലയിലൊന്ന് തട്ടിക്കൊണ്ട് എബി പറഞ്ഞതും ആമി തലയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവനെ കണ്ണ് കൂർപ്പിച്ച് നോക്കി നേരെ മുറിയിലേക്ക് നടന്നു. മുറിയിലേക്ക് കയറും മുന്നേ ആമി അവനെ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. അതെ. എബി മുറിയിലേക്ക് കയറാൻ ഒരുങ്ങുന്നതിന് മുൻപാണ് ആമി ഇങ്ങനെ അവനെ വിളിക്കുന്ന ശബ്ദം കേട്ടത്. അവൻ അവളുടെ മുറിയുടെ വാതിൽക്കലേക്കൊന്ന് എത്തി നോക്കി. തേപ്പ് കിട്ടി അല്ലേ? ചിരി കടിച്ചമർത്തിക്കൊണ്ട് ആമി അവനോട് തമാശ കലർത്തി ചോദിച്ചു. ഡി എന്ന് പറഞ്ഞ് എബി ആമിയുടെ അടുത്തേക്ക് പാഞ്ഞു വരാൻ തുടങ്ങും മുന്നേ ആമി വാതിലടച്ചകത്തേക്ക് കയറിയിരുന്നു. അവനൊരു പുഞ്ചിരിയോടെ നേരെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. അന്ന് രാത്രി രണ്ടുപേർക്കും നല്ല സമാധാനപരമായ രാത്രിയായിരുന്നു. അന്ന് ഉറക്കം വരാൻ വേണ്ടിയിട്ട് രാത്രി കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വരാതെ തന്നെ രണ്ടുപേരും വേഗം ഉറങ്ങിപ്പോയിരുന്നു. സാധാരണ പോലെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. അങ്ങനെ കാത്തിരിപ്പിനൊരവസാനം എന്നതുപോലെ നാളെയാണ് ചെറിയ മമ്മിയുടെ മകളും അവരുടെ കൊച്ചുമകളും കൂടി നാട്ടിലേക്ക് വരുന്നത്. നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. മുത്തശ്ശിയും ചെറിയ മമ്മിയും എല്ലാം മകളും കൊച്ചുമകളും ഒക്കെ വരുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അവർക്കിഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം ഇന്ന് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് തലേ ദിവസം കിടക്കുന്നതിന് മുന്നേ തന്നെ രാവിലെ നേരത്തെ ഉണരണമെന്ന് മുത്തശ്ശി ആമിയെ ഓർമ്മിപ്പിച്ചിരുന്നു. കിടക്കാൻ പോകുന്നതിന് മുൻപേ പതിവ് സംസാരത്തിൽ ആമി എബിയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, ഒന്നും ഉണ്ടാക്കണ്ട, അവർ വരുന്നത് ഭക്ഷണം കഴിക്കാനല്ലല്ലോ, കാണാനല്ലേ, കണ്ടിട്ട് പോട്ടെ എന്നൊക്കെയാണ്. അവർ വരുന്നതിനെക്കുറിച്ച് അവനോട് കുറച്ച് സമയം സംസാരിച്ചപ്പോൾ തന്നെ അവർ വരുന്നതിലൊന്നും വലിയ താല്പര്യമില്ല എന്നത് ആമിക്ക് എളുപ്പം മനസ്സിലായിരുന്നു. അതുകൊണ്ട് അതിനെക്കുറിച്ച് അവനോട് കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ ചെറിയ മമ്മിയുടെ മകളെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ മുത്തശ്ശി എബിയോട് പറയുകയായിരുന്നു. തലേ ദിവസം തന്നെ മുത്തശ്ശി അവനെ അത് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നുവെങ്കിലും അവന് താല്പര്യമില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ മുത്തശ്ശി വിടുന്ന ലക്ഷണമില്ല. അവനാണെങ്കിൽ ആകെ ഒരു താല്പര്യമില്ലാത്ത മട്ടിലാണ്. ഓഫീസിൽ പോകണം, അവിടെ തിരക്കാണ്, അങ്ങനെ ഒരുപാട് ന്യായങ്ങൾ അവൻ പറഞ്ഞു നോക്കിയെങ്കിലും മുത്തശ്ശി വിടാതെ പിടിച്ചിരിക്കുകയാണ്. ഒടുക്കം ചെറിയ മമ്മിയെയും മുത്തശ്ശിയെയും കൂട്ടി എബി എയർപോർട്ടിലേക്ക് തിരിച്ചു.
ചെയ്യാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആമിയോട് ഭംഗിയായി ചെയ്തു തീർക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷമാണ് മുത്തശ്ശി എയർപോർട്ടിലേക്ക് പോയത്. രാവിലെ പോയി അവിടെ എത്തിയപ്പോഴേക്കും എബി മെസ്സേജ് അയച്ചിരുന്നു അവൾക്ക്. പിന്നീട് അവരുമായി തിരിച്ചു വരുന്ന വഴിക്കും അവൻ അവൾക്ക് മെസ്സേജ് അയക്കാൻ മറന്നില്ല. അങ്ങനെ അവർ വന്നപ്പോൾ തന്നെ വാതിലൊക്കെ തുറന്നു കൊടുത്തതും മറ്റും ആമിയാണ്. ഏകദേശം ആമിയുടെ പ്രായമൊക്കെ തന്നെ കാണുകയുള്ളൂ മകൾക്ക്. പിന്നെ ചെറിയ മമ്മിയുടെ കൊച്ചുമകൾ ഏകദേശം 3 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറിയ കുട്ടിയാണ്. അവരുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ കണ്ടിട്ട് ചെറിയ മമ്മിയെ പോലെ അത്ര മോശം സ്വഭാവമുള്ളൊരു വ്യക്തിയാണെന്ന് ആമിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആമി നോക്കിയപ്പോൾ എബി ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ ഫോണിൽ നോക്കിയിരിക്കുവാണ്. അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആമി അല്പനേരം അവരോട് സംസാരിച്ചിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അവർ ഫ്രഷ് ആകാനും മറ്റും പോയപ്പോൾ ആമി മുകളിലേക്കൊന്ന് കയറി. താനെന്താ അവരോടൊന്നും സംസാരിക്കാതെ ജാട കാണിച്ചു നിൽക്കുന്നത്? അവരൊക്കെ താഴെയുണ്ടായിട്ടും അങ്ങോട്ടേക്ക് വരാതെ മുകളിലെ ഹാളിൽ തന്നെ ഇട്ടിരിക്കുന്ന സോഫയിലിരുന്ന് ലാപ്ടോപ്പിൽ എന്തോ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എബിയോട് ആമി കാര്യം തിരക്കി. അവളുടെ ആ ചോദ്യത്തിന് എബി മറുപടിയൊന്നും പറയാൻ നിൽക്കാതെ അവളെ മുഖമുയർത്തിയൊന്ന് നോക്കിക്കൊണ്ട് വീണ്ടും തിരികെ ലാപ്ടോപ്പിലേക്ക് തന്നെ മുഖം തിരിച്ചു. അതുകൊണ്ട് അവൾ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് തിരികെ അവളുടെ മുറിയിലേക്ക് കയറി. മുറിയിലേക്ക് പോയി തിരിച്ചിറങ്ങിയപ്പോഴും എബി ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആമി അവനെ മൈൻഡ് ചെയ്യാതെ നേരെ താഴേക്കിറങ്ങി. ആമി ഉണ്ടാക്കി വെച്ച രുചികരമായ ഭക്ഷണമൊക്കെ അവർ സന്തോഷത്തോടെ തന്നെ കഴിച്ചു. അവർ വന്നു എന്ന പേരിൽ മുത്തശ്ശി എബിയെ ഓഫീസിലേക്ക് വിട്ടതുമില്ല. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഫുൾ ടൈം ലാപ്ടോപ്പിൻ്റെ മുന്നിൽ തന്നെ കുത്തിയിരിക്കുകയാണ് എബി. ഒരു ദിവസം തന്നെ ഒന്ന് മാറി നിന്നാൽ ആകെ കുഴപ്പത്തിലാകും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മുഴുവൻ സമയവും ലാപ്ടോപ്പിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു. അനീറ്റ വന്നിട്ടാണെങ്കിലും അവൾ അധികം എബിയോട് സംസാരിക്കുന്നതും ആമി കണ്ടില്ല. ഇനി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നും ആമിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് അവൾ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിന്നില്ല. രാത്രി പതിവിലും അല്പം വൈകിയാണ് ആമി കിടക്കാനായി മുറിയിലേക്ക് പോയത്. രാവിലെ താൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ തന്നോട് തിരിച്ചൊന്നും സംസാരിച്ചില്ലല്ലോ എന്നൊരു ചിന്ത ആമിയിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൾ അവനോട് ഇന്ന് സംസാരിക്കരുതെന്ന് തന്നെ തീരുമാനിച്ചു. ഒരുതരം വാശിയാണെന്നും പറയാം. എങ്കിലും കിടക്കാനായി മുറിയിലേക്ക് കയറുന്നതിന് മുന്നേ ബാൽക്കണിയിൽ അവൻ നിൽക്കുന്നുണ്ടോ എന്ന് അവളുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ ഒന്ന് എത്തി നോക്കിയിരുന്നു. പക്ഷേ ബാൽക്കണിയിലേക്കുള്ള വാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ടതും അവൻ അവിടെ ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ മുറിയുടെ വാതിൽക്കലേക്ക് നോക്കിയപ്പോൾ മുറിവാതിലും അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാതെ ആമി തൻ്റെ മുറിയിലേക്ക് കയറിയിരുന്നു. പക്ഷേ അവൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായില്ല. ആകെ ഒരു മൂകത പോലെ. ഒന്നുമില്ലെങ്കിലും എല്ലാ ദിവസവും അവനോട് കുറച്ച് സമയമെങ്കിലും പതിവായി സംസാരിച്ചിരുന്നതാണല്ലോ. അതില്ലാതെ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് തന്നെ പൊതിയുന്നതെന്ന് ആമിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്കിലും താനിന്ന് അവനോട് അങ്ങോട്ട് സംസാരിച്ചിട്ടും അവനൊന്നും മറുപടിയായി തിരിച്ചിങ്ങോട്ട് പറഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത ആമിയിൽ അപ്പോഴും ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു വാശിയുടെ ചിന്തയിൽ അവൾക്ക് അവനോട് അങ്ങോട്ട് പോയി മിണ്ടാനും ഒരു മടി തോന്നി. പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോഴും ആമി നോക്കിയപ്പോൾ എബിയുടെ മുറി തുറന്നു കിടക്കുകയാണ്. അവൻ ജോഗിങ്ങിന് പോയി കാണും എന്നാണ് ആമി കരുതിയത്. പക്ഷേ താഴെ ചെന്ന് മുത്തശ്ശിയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൻ രാവിലെ തന്നെ ജോലിക്ക് പോയിരിക്കുകയാണ് എന്ന് ആമിക്ക് മനസ്സിലായത്. അപ്പോഴും അത് ആമിയുടെ മനസ്സിൽ ഒരു സംശയമായി തോന്നി തുടങ്ങി. കാരണം രാവിലെ നേരത്തെ ജോലിക്ക് പോവുകയാണെങ്കിൽ അത് തന്നോട് അവൻ പറയാറുള്ളതാണ്. ഇതിപ്പോൾ ഇന്നലെ മുതൽ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇന്നാണെങ്കിൽ രാവിലെ തന്നെ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ആമിക്ക് മനസ്സിനാകെ മുഴുവനായിട്ട് വല്ലാത്തൊരു ശൂന്യത തോന്നി. എല്ലാവരുടെയും കാര്യങ്ങളുമൊക്കെ നോക്കി ആമി സമയം കളഞ്ഞെടുത്തു. ഉച്ചയ്ക്ക് എല്ലാവരും മയങ്ങുന്ന സമയത്ത് മുറിയിലേക്ക് വന്നപ്പോൾ ആമി ഫോൺ എടുത്ത് അവൻ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് നോക്കി. പക്ഷേ മെസ്സേജ് അയച്ചിട്ടില്ല. അത് കണ്ടതും അവൾ ഫോൺ മാറ്റിവെച്ച് കുറച്ച് സമയം പഠിക്കാമെന്ന് കരുതി. അന്ന് രാത്രിയും എബി അവളോട് അങ്ങനെ തന്നെയാണ് പെരുമാറിയത്. തന്നോട് മാത്രമല്ല, എബി കൂടുതലായിട്ട് ആരോടും സംസാരിക്കുന്നില്ല എന്ന് ആമി അന്നത്തെ കൊണ്ട് മനസ്സിലാക്കി. ആകെ അവൻ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്നത് തന്നോടും മുത്തശ്ശിയോടുമാണ്. ഇപ്പോൾ തന്നോട് സംസാരിക്കുന്നില്ല. അപ്പോൾ കരുതി മുത്തശ്ശിയോടെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കുന്നുണ്ടാകുമെന്ന്. പക്ഷേ ഇതിപ്പോൾ മുത്തശ്ശിയോടും അധികം സംസാരമില്ല. 1-2 വാക്കിൽ സംസാരം ഒതുക്കി തീർക്കുകയാണ്. ഇനി അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നായി ആമിയുടെ പിന്നീടുള്ള ചിന്ത. അങ്ങനെ രാത്രി പതിവ് പോലെ എന്തെങ്കിലും അവനോട് സംസാരിക്കണമെന്ന് ആമി കരുതി. പക്ഷേ രാത്രിയായപ്പോൾ എബി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് എവിടെയോ പോകുകയാണെന്ന് പറഞ്ഞിറങ്ങി. വാതിൽ സ്പെയർ കീ ഉപയോഗിച്ച് തുറന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അവൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും ആമി കുറച്ച് സമയം അവൻ വരാനായിട്ട് കാത്തിരുന്നു. പക്ഷേ ഒരുപാട് നേരമായിട്ടും അവൻ വരുന്നില്ല. ഒടുവിൽ കാത്തിരുന്ന് ആമിക്ക് മതിയായപ്പോൾ അവൾ മുറിയിലേക്ക് പോയി. കിടന്നപ്പോൾ തന്നെ ക്ഷീണം കാരണം ആമി ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. രാത്രി ദാഹം കാരണം തൊണ്ട വരണ്ടു പോകുന്നത് പോലെ തോന്നിയപ്പോഴാണ് ആമി കണ്ണു തുറക്കുന്നത്. നോക്കുമ്പോൾ മുറിയിലിരിക്കുന്ന ജഗ്ഗിലെ വെള്ളം തീർന്നിട്ടുണ്ട്.
താഴെ പോയി എടുക്കാമെന്ന് കരുതി ലൈറ്റിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് തുറന്നു കിടക്കുന്നത് ആമിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രാത്രി താൻ ഉറങ്ങാൻ വരുമ്പോൾ വരെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നല്ലോ എന്ന് ചിന്തിച്ച് ആമി നേരെ അങ്ങോട്ട് നടന്നു. പക്ഷേ അങ്ങോട്ട് അടുത്തെത്തിയപ്പോൾ തന്നെ അവിടെ നിന്ന് എബി എന്തോ സംസാരിക്കുന്ന ശബ്ദം ആമി കേട്ടിരുന്നു. അത് കേട്ടതും ആമി തിരികെ പോകാനൊരുങ്ങി. എബി എന്തെങ്കിലും ഇൻ്റർനാഷണൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ വന്ന് രാത്രി ഇരിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആവുമെന്ന് കരുതി ആമി തിരികെ നടക്കാനൊരുങ്ങി. പക്ഷേ അതേ നിമിഷം തന്നെ ആമി അവിടെ നിന്ന് വേറെ ആരോ സംസാരിക്കുന്ന ശബ്ദവും കേട്ടു. ഒന്ന് നിന്ന് ആമി അങ്ങോട്ടൊന്ന് എത്തി നോക്കി. അവിടെ നിൽക്കുന്ന ആളെ കണ്ടതും ആമിക്ക് ഒരേ നിമിഷം അത്ഭുതവും സംശയവും നിറഞ്ഞു. അനീറ്റ! അവളുടെ നാവിൽ നിന്ന് അവളുടെ പേര് വീണു. കൂടുതൽ സമയം വെറുതെ അവിടെ നിന്ന് അവർക്കിടയിലേക്ക് പ്രശ്നമായി മാറണ്ടെന്ന് കരുതി ആമി തിരികെ നടക്കാനൊരുങ്ങി. എങ്കിലും തിരിഞ്ഞു നടക്കുന്നതിന് മുൻപ് ആമി അങ്ങോട്ട് വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കാണുന്നത് എബിയോട് ചേർന്ന് നിൽക്കുന്ന അനീറ്റയെയാണ്. അതുകൂടി കണ്ടതും ആമിയിലാകെ സംശയം നിറഞ്ഞു. പിന്നീട് ഒരു നിമിഷം അവിടെ നിൽക്കാതെ ആമി നേരെ താഴേക്ക് നടന്നു. കൂജയിൽ വെള്ളമൊക്കെ നിറച്ച് ആമി നേരെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. തിരികെ വരുമ്പോഴും ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. എങ്കിലും അങ്ങോട്ടൊന്നും പോകാൻ നിൽക്കാതെ ആമി നേരെ തൻ്റെ മുറിയിലേക്ക് തന്നെ കയറി. വെള്ളം കുടിച്ച് കട്ടിലിലേക്ക് കിടന്നിട്ടും ആമിക്ക് ഉറക്കം വരുന്നുണ്ടായില്ല. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മനസ്സാകി തിങ്ങി മറിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഉറക്കം വരുന്നില്ല. ഇത്രയും നേരം നന്നായിട്ട് കിടന്നുറങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല. അവളുടെ ഉള്ളിൽ എബിയെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. അവൾക്ക് എബി പറഞ്ഞ കാര്യങ്ങളും അവൻ്റെ പെരുമാറ്റവും ഒക്കെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നു. അവൻ ഇവരെയൊന്നും ഇഷ്ടമല്ല എന്ന രീതിയിലാണ് പറഞ്ഞതും പെരുമാറിയതും ഒക്കെ. എന്നിട്ട് ഇപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ അടുത്ത് നിന്ന് സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നു. അതെന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെന്ന് ആമിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായില്ല. അവളിൽ ഒരുപാട് ആലോചനകളും സംശയങ്ങളും ഒക്കെ നിറഞ്ഞു. അങ്ങനെ ഒരുപാട് ആലോചിച്ച് കാട് കയറി ഒടുക്കം അതവളിൽ എബിയോടൊരു നീരസമായിട്ടാണ് വന്നത്. ദേഷ്യമോ വാശിയോ അങ്ങനെ എന്തൊക്കെയോ. പിറ്റേ ദിവസം മുതൽ എബിയെയും അനീറ്റയെയും ശരിക്കൊന്ന് ശ്രദ്ധിക്കണം എന്ന് കരുതിയാണ് ആമി കിടന്നുറങ്ങിയത്. കാരണം രാത്രി ഇത്രയും അടുപ്പത്തോടെ സംസാരിക്കുന്ന രണ്ടുപേര് പകല് മുഴുവൻ യാതൊരു പരിചയവും ഇല്ലാത്ത രീതിയിൽ കാണിച്ചു കൂട്ടുന്നത് എന്തിനാണ് എന്നറിയണം എന്നൊരു ചിന്ത കൂടി അവളിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല അവൻ തന്നോട് എന്തിനാണ് ഈ ഒരു അകൽച്ച കാണിക്കുന്നതെന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരാവശ്യമില്ലാതെ പെട്ടെന്നൊരു ദിവസം തന്നോട് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിനെതിരായി അവനോട് തിരിച്ചും അതുപോലെ തന്നെ പെരുമാറണമെന്ന് ആമി ചിന്തിച്ചു. അങ്ങനെ ആമി രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് അനീറ്റ അവിടെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞിനുള്ള ഭക്ഷണം എന്തൊക്കെയോ പാചകം ചെയ്യുകയാണ് അവൾ. ആമി പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ മുത്തശ്ശിക്ക് ഓട്സ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഓട്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കൃത്യം 8 മണിക്ക് തന്നെ മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുക്കുന്നതിനായി ഡൈനിങ് ടേബിളിലേക്ക് പാത്രങ്ങളൊക്കെ എടുത്തു വെക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് എബി ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ കയറി വന്നത്. ആമിയെ കണ്ടതും അവൻ അവളെയൊന്ന് നോക്കിയെങ്കിലും അവൾ അവനെ കണ്ടിട്ടും കാണാത്തതുപോലെ ഓരോ ജോലികൾ ചെയ്യുന്ന രീതിയിൽ അഭിനയിച്ചു. എബി പിന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാതെ മുകളിലേക്ക് കയറിപ്പോയിരുന്നു. മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് തന്നെ എബി കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി വന്നിരുന്നു. അപ്പോഴേക്കും ചെറിയ മമ്മിയും അനീറ്റയും എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിന് ചുറ്റും എത്തിയിരുന്നു. അത് കണ്ടതും ആമി നേരെ അടുക്കളയിലേക്ക് കയറിപ്പോയി. അവർക്കെല്ലാവർക്കും ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാനായിട്ട് സെർവൻ്റൊക്കെ ഉള്ളപ്പോൾ പിന്നെ താൻ വെറുതെ അവിടെ അവരെയും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന ചിന്തയിലാണ് ആമി അങ്ങനെ തിരികെ അടുക്കളയിലേക്ക് പോയത്. ശിവാമി ഭക്ഷണം കഴിച്ചായിരുന്നോ? ആമി അടുക്കളയിലേക്ക് കയറിപ്പോയതും എബി ചോദിച്ചു. പക്ഷേ അതവൾ കേട്ടില്ലായിരുന്നു. ആമി മോള് പിന്നെ ഭക്ഷണം കഴിച്ചോളാന്ന് പറഞ്ഞു. മുത്തശ്ശിയാണ് അതിനുത്തരം കൊടുത്തത്. അത് കേട്ടതും എബി ഒന്ന് മൂളിക്കൊണ്ട് വീണ്ടും ഭക്ഷണം കഴിക്കുന്നതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. ആമി അപ്പോഴേക്കും വീടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് എബിയും അനീറ്റയും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ തലേ ദിവസത്തെ പോലെ തന്നെ അവർ രണ്ടുപേരും ഉത്സവപ്പറമ്പിൽ വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. അത് ആമിയിൽ അത്ഭുതം നിറച്ച കാര്യം തന്നെയായിരുന്നു. രാത്രി അങ്ങനെയൊക്കെ അടുത്തു നിന്ന് സംസാരിച്ചിട്ട് ഇപ്പോൾ ഇവരെന്താണ് ഇങ്ങനെ ഒരു പരിചയവും ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്നതെന്നത് ആമിയിൽ സംശയം ഉണർത്തിയ കാര്യം തന്നെയായിരുന്നു. എങ്കിലും അവളത് അവനോടോ അവളോടോ ചോദിക്കാൻ പോയില്ല. പതിവ് പോലെ എബി സമയമായപ്പോഴേക്കും ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞതും അടുക്കളയിൽ നിൽക്കുമായിരുന്ന ആമിയുടെ അടുത്തേക്ക് അനീറ്റ സംസാരിക്കാൻ എന്ന രീതിയിൽ വന്നു. താനെന്താ അങ്ങനെ അധികം ആരോട് സംസാരിക്കില്ലേ? തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.